ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ അപ്പോൾ ബർത്ത്ഡേൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അതാ ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് പൊന്നും സോനും കൂടി കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഓരോരോ ഗിഫ്റ്റുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അതിന് മാത്രമൊന്നുമല്ല, ഏകദേശം കുറച്ച് ഗിഫ്റ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ദാ പൊന്നു ആദ്യം തന്നെ എടുത്ത ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഇത് സെലൂൻ്റെ ചെക്കന്മാർ തന്നതാണ്. അപ്പോൾ അതാ ഇതൊരു പഞ്ചിങ് കിറ്റാണ്. ഇതിലിനി കാറ്റൊക്കെ നിറക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് അതിൻ്റെ അവസാനം കാണിച്ചു തരാം. ഏകദേശം ഇതാ ഇതേപോലെ ഉണ്ടാവും കാറ്റൊക്കെ നിറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെത് ഞാൻ അവസാനം കാണിച്ചു തരാം. അങ്ങനെ ഇതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അടുത്ത ഇതാ പൊന്നു എന്തോ ചെരുപ്പ് എന്തോ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഷൂ ഇപ്പോൾ കറക്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റിയ സൈസാണ്. പക്ഷേ ഒരു 1 മന്ത് കഴിഞ്ഞാൽ വീണ്ടും ടൈറ്റ് ആവും മോൻ്റെ കാലിന്. അപ്പോൾ അതെന്തായാലും സൈസ് കുറച്ച് വലുതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ഇതാ ഒരു ചെയറാണ് കേട്ടോ. ഇതിൽ തന്നെ ഡൈനിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ വരുന്ന ഒരു ചെയറാണ്. അപ്പോൾ ഇത് എന്താ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിൽ മോനെ ഇരുത്തിയിട്ട് ഞാൻ അവസാനം കാണിച്ചു തരാം. പിന്നെ ഇതാ അടുത്ത ഇതാ ഒരു ഊഞ്ഞാലാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കുറേ ഊഞ്ഞാലുള്ളതുകൊണ്ട് നമ്മളിതെന്തായാലും എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്താ മേടിച്ചതെന്നുള്ളത് അവസാനം കാണിച്ചു തരാം. ടോയ്സുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഡ്രസ്സുകളാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് വെച്ചിട്ട് ഇതാ പൊന്നു സോനും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കിട്ടിയ ഡ്രസ്സുകൾക്ക് അത്യാവശ്യം കുറച്ച് സൈസ് കൂടുതലുള്ള ഷർട്ടും പാൻറ്റും അതേപോലെ ടീഷർട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെന്തായാലും ഇപ്പോൾ ഇടാൻ പറ്റില്ല. ഇപ്പോൾ ഇടാൻ പറ്റിയ ഏകദേശം 2-3 ഡ്രസ്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനി കുറച്ച് കഴിയുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം ഇട്ടുകൊടുക്കാൻ. പിന്നെ ഇതാ ഈ കാണുന്ന ഡ്രസ്സൊക്കെ ഇതാ ഇപ്പോൾ ഇട്ടുകൊടുക്കാൻ പറ്റിയ ഡ്രസ്സുകളാണ്. ഇതേപോലെ തന്നെ വേറൊരു ടീഷർട്ടും പാൻറ്റും കൂടിയും അതും ഇപ്പോൾ ഇട്ടുകൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഇതൊരു പാൻറ്റും ഷർട്ടുമാണ്. അപ്പോൾ അതാ ഇതിൽ മാത്രമായിട്ടാണ് പാൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം ഇതും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1.5-2 വയസ്സൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഇവർ ജോറായ പൊളിയിൽ തന്നെയാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ. അങ്ങനെ ഏകദേശം നമ്മൾ ഡ്രസ്സൊക്കെ പൊളിച്ച് കഴിയാനായിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ഡ്രസ്സൊക്കെ ഇതാ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയ കറക്റ്റ് സൈസാണ്. ഇത് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നല്ല ചേരുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ ഷർട്ടൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇതാ നമ്മൾ പഞ്ചിങ്ങിട്ട് ഒന്ന് വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അതാ മക്കളിങ്ങനെ അതിലിങ്ങനെ പഞ്ച് ചെയ്തുകൊണ്ട് കളിക്കുകയാണ്. ഇവരെ കളി കണ്ടിട്ട് യുവ ആദ്യം കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെയാണ് ഓനക്ക് മനസ്സിലായത്. അപ്പോൾ അതാ ഓനും വിട്ടു കൊടുക്കണമെന്നില്ല, മുമ്പ് തന്നെ പോയിട്ട് ഇതാ കളിക്കുന്നുണ്ട്. പിന്നെ ഇതാ അസുമോന് കുളിക്കാൻ പോയതൊക്കെ നോക്കിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ മോന് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. തിരിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഇതെന്താ സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ 3 കൂടി കൂടിയിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഞാനിതാ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വണ്ടി കണ്ടപ്പോൾ മോനെ എല്ലാം അതിലിരുത്തി നോക്കിയത്. അപ്പോൾ അതാ പുറകോട്ടാണ് കേട്ടോ പോകുന്നത്. മുമ്പോട്ട് പോകാൻ അറിയുന്നില്ല. ഇരുത്തി കൊടുത്താൽ പുറകേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വണ്ടി പിന്നെ മൂത്തച്ഛനാണ് വാങ്ങിക്കൊടുത്തത് ബർത്ത്ഡേക്ക്. പിന്നെ അതാ എൻ്റെ പുരയിൽ വരുമ്പോൾ മോനക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ബുള്ളറ്റാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ മോനെ വെറുതെ ഒന്ന് ഇരുത്തി നോക്കിയതാണ്. മോനക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, അതേപോലെ ഒറ്റയ്ക്ക് ഓട്ടിക്കാനൊന്നും ആയിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇരുത്തി നോക്കിയതാണ്. അപ്പോൾ അതാ ഒറ്റയ്ക്ക് ഇരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 വട്ടം ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ആൾ ഒറ്റയ്ക്ക് തന്നെ ലൈറ്റ് ഇടാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ വണ്ടി ഞാൻ ഇന്നാണ് കേട്ടോ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇത് കാണുമ്പോൾ തന്നെ വലിഞ്ഞ് കയറുന്നുണ്ട്. കയറാൻ കാലെത്തൊന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിലെല്ലാത്തിലും മോനെ ഇരുത്തിയ സ്ഥിതിക്ക് ഞാൻ ചെയറിലും കൂടി കൂടിയിട്ട് ഒന്ന് ഇരുത്തിയിരിക്കുകയാണ്. എങ്ങനെ ഫുഡ് കഴിക്കാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ ഓണാക്കിയപ്പം അതൊക്കെ നിർത്തിയിട്ടോ. വെള്ളം എങ്ങനെ കുടിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതാ വെള്ളം കുടിക്കണ കാണിച്ചു തരികയാണ്. അതേപോലെ കഴിക്കുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു വെള്ളീൻ്റെ ചെയിന് ഇവിടുത്തെ ഉപ്പച്ചി ബർത്ത്ഡേൻ്റെ അന്ന് നൈറ്റ് ഇട്ട് കൊടുത്തതാണ്. ഈ വെള്ളീൻ്റെ ചെയിന് കയ്യിലിട്ടിട്ട് ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഇടയിൽ വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഒരു ഊഞ്ഞാലുണ്ടെന്ന്. അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എടുത്തത് എന്താണെന്ന് കാണിച്ചു തരാം. അങ്ങനെ ദാ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ ആ ഷോപ്പിൽ കയറിയിട്ട് മേടിച്ചത്. എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒന്നും അവിടെ മേടിക്കാനില്ല, കാരണം ഫുൾ ടോയ്സ് തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ ഉള്ളിൽ 2 നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ ടോയ്സ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ബോട്ടിൽ തന്നെയാണ് എടുത്തത്. കാരണം ഈ ഒരു ബോട്ടിൽ എനിക്ക് അവിടെ ഇട്ടിട്ട് വരാൻ തോന്നണേ ഇല്ല. അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ടും പിന്നെ ഒരു യുണീക്കായിട്ടുള്ള സാധനം. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇട്ടിട്ടില്ല, അത് തന്നെ എടുത്തിട്ടോ. ഏകദേശം കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ബാക്കിയുള്ള പൈസ അവരെ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഫ്ലാസ്ക് ടൈപ്പാണ്. അതായത് നമുക്ക് പാലും അതേപോലെ ചൂടുവെള്ളമൊക്കെ കൊണ്ടുനടക്കുക ട്രാവലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ടൈപ്പാണ്. ചെറിയൊരു പിടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിയത്. എനിക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ദാ ഇത്രയൊക്കെ ഉള്ള ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അതേപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.